ദൈവം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന നല്ല നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ ശുദ്ധിക്കുന്നു, വാഴ്ത്തുന്നു. കർത്തൃപാദപടത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദേവദാസമാ ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദിവ്യന്തരം കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 19-ാം രാത്രി ദിവസത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഇന്ന് ഈ പകൽക്കാലം കർത്താവിൻ്റെ ഒരു ദാസനെ കർത്താവിൻ്റെ മധ്യ അയച്ച് ശക്തമേറിയൊരു ശുശ്രൂഷ ചെയ്യുവാൻ കർത്തൃത്വത്തിനെ കർത്താവ് ബലപ്പെടുത്തി. സ്തോത്രം. ഇന്ന് രാത്രി കാലത്ത് ശുശ്രൂഷയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായ ദിവസനെ പ്രാർത്ഥിക്കാം. കർത്തൃത്വത്തിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ധന്യമായ നാമം ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, എല്ലാ വാത്സല്യ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും യൗവനക്കാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ ഈ രാത്രിയിലും സന്തോഷത്തോടെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിന്ന് രാത്രിയിലുമായിരിക്കാൻ കർത്താവ് നമ്മളോട് കാണിച്ച ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും ഓർത്ത് സന്തോഷത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം നാം ഒരു വേദവാക്യം ചിന്തിച്ച് തുടങ്ങുകയുണ്ടായി. ആ ഭാഗങ്ങളിലേക്ക് നമുക്കിന്ന് രാത്രി ഒരിക്കൽ കൂടെ ഒന്ന് കടന്നിയല്ല. രാജാക്കന്മാർക്കെഴുതിയ 2-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ആണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. വിട്ടുപോയ നാൾ മുതലുള്ള വിടുതലുകൾ ദൈവം അവൾക്കായി ചെയ്യുന്നു. അതാണ് കുറുവാക്യത്തിനകത്ത് വായിച്ചത്. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. പിതാവേ, നല്ല രാത്രിക്കായി സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ പകൽ മുഴുവൻ വിവിധ മേഖലകളിലായിരുന്ന ഞങ്ങളെല്ലാവരെയും രക്തത്തിൻ്റെ മറവിൽ മറച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയിലും അവിടുത്തെ പുണ്യനാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് തന്ന മകൾ ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തട്ടെ. അങ്ങയുടെ നാമത്തെ ഞങ്ങളുടെ നാവിൽ ഉരുവിടുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി, ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ നാമം ഞങ്ങൾ ഉരുവിടും തോറും ദൈവിക വിടുതലും ഉദ്ധാരണവും എല്ലാ മേഖലകളിലും ആഴമായി കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, ഈ നാമത്തിൻ്റെ ശ്രേഷ്ഠത ഞങ്ങൾ ഒന്നുകൂടി ഇന്ന് രാത്രി ആഴത്തിൽ മനസ്സിലാക്കുന്ന കർത്താവേ, ആമി പരിചയങ്ങളോ ആമി സ്തോത്രം വർഷങ്ങളുടേതായ ആമി അനുഭവങ്ങളോ ഒന്നും ദൈവത്തോടുള്ള ഭയമോ ബഹുമാനമോ ഒട്ടും കുറയാതെ ഇന്ന് രാത്രി അങ്ങേക്ക് തരേണ്ട ബഹുമാനവും ആദരവും ഭക്തിയും തന്ന് നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തുറക്കും. ഒരുമിച്ച് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും. മഹത്വം മുഴുവനും അങ്ങ് തന്നെ എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തെ പരാമർശിച്ച് ഞാൻ തുടങ്ങി വന്ന ചിന്ത, ദൈവത്തിൻ്റെ ദാസനാകുന്ന എലീശാ പ്രവാചകനെ ഇരട്ടി ശക്തിയോടെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് ഞാൻ പറയുകയുണ്ടായി. ആ ഇരട്ടി ശക്തിയോടെ എലീശയെ ദൈവം ഉപയോഗിപ്പാൻ എലീശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏതൊക്കെ നിലകളിൽ അവൻ വില കൊടുത്തു എന്നുള്ള കാര്യമാണ് ഞാൻ തുടങ്ങി വന്നത്. ആ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഏലിയാവിൻ്റെ വിഷയത്തെ ഇടയ്ക്ക് ഒന്ന് കയറി ഒന്ന് തൊട്ടു വന്നു. സ്തോത്രം. അതുകൂടെ അതിനകത്ത് പറഞ്ഞില്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുകയില്ല. ഏലിയാവ് പ്രാർത്ഥനാവീരനായ മനുഷ്യനായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനാവീരനായ മനുഷ്യനെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അവനെ ഒതുക്കി എല്ലാം അസ്തമിപ്പിക്കുവാൻ ഇസബേല് പദ്ധതിയിട്ടെങ്കിലും അതിൽ നകത്തു നിന്ന് ദൈവം തമ്പുരാൻ അവനെ പുറത്തു കൊണ്ടുവന്ന ചരിത്രം 19-ാം അധ്യായത്തിൽ നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ദൈവമക്കൾ മറക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേൽ കിടക്കുന്നിടത്തോളം കാലം ശത്രുവിൻ്റെ ഒരു പദ്ധതിയും നടക്കുകയില്ല എന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. ഹല്ലേലൂയ. അതിന് ഏതൊക്കെ ക്രമീകരണങ്ങൾ ദൈവാത്മാവിന് ചെയ്യാൻ പറ്റുമോ ആ നിലകളിലൊക്കെ ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. ഉറങ്ങി മയങ്ങി പേടിച്ച് നിരാശപ്പെട്ട് കിടന്ന ഏലിയാവിനെ ദൂതനെ അയച്ച് തട്ടി ഉണർത്തി
അവന് കൊടുക്കേണ്ട ആഹാര പദാർത്ഥം കൊടുത്ത് ആമേൻ മുൻപോട്ട് നടത്തുന്ന അനുഭവം 19-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വീണ്ടും നാം അവിടെ വായിക്കുന്നത് അവൻ ആഹാര പദാർത്ഥമൊക്കെ കഴിച്ചു വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങി എന്നാണ് നാം വായിക്കുന്നത്. പക്ഷേ ദൈവം അവനെ വിട്ടില്ല. വീണ്ടും ആമേൻ ദൈവത്തിന്റെ ദൂതനെ ആമേൻ ആമേൻ ആ ഗുഹയ്ക്കകത്ത് ആമേൻ സ്തോത്രം അയച്ച് ദൈവപ്രവർത്തിക്ക് വേണ്ടി അവനെ ഒരുക്കുന്ന അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് ആഴമായി ഇന്ന് രാത്രി പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആമേൻ സ്തോത്രം ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തു വന്നവനെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൊടുത്ത് മുൻപോട്ട് നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും 19-ാമത്തെ വാക്യം മുതൽ നാം വായിച്ചു വരണം. 1 രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം 19-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഒതുക്കുവാൻ വളരെ തന്ത്രപരമായ നിലകളിൽ ഇസബേൽ പദ്ധതിയിട്ടെങ്കിലും അത് നടന്നില്ല. ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ഒന്നുകൂടെ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ മേലൊരു ശുശ്രൂഷ കിടക്കുന്നിടത്തോളം കാലം നിന്നെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ നീതിയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ പുറത്തു വന്ന ഏലിയാവ് ആമീൻ ആമീൻ യാത്ര ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ 12 കാളയെ പൂട്ടിക്കൊണ്ട് നിന്ന് എലീശായെ കണ്ടെത്തുകയാണ്. എലീശായെ കണ്ടെത്തുക മാത്രമല്ല, ഏലിയാവ് ചെന്ന് ആമീൻ ഏലിയാവിന്റെ പുതപ്പ് അവന്റെ മേലിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ കാളയെ പൂട്ടിക്കൊണ്ട് അന്നത്തെ കാലയളവിൽ ആ നിലകളിൽ നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യനെ ആമീൻ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു നിയോഗത്തോടെ ഏലിയാവ് തന്റെ പുതപ്പിട്ട് ദൈവം അവനെ വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഗ്യമായ ജോലി ചെയ്തുകൊണ്ടിരുന്നവനെ ആമീൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗത്താൽ ദൈവദാസൻ ചെന്ന് പുതപ്പിട്ട് അവനെ വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു വേർതിരിവിന്റെ ശുശ്രൂഷ, ഒരു പകർച്ചയുടെ ശുശ്രൂഷ, ആമീൻ ഒരു ശുശ്രൂഷയുടെ കൈമാറ്റം ഇതിനകത്ത് വെളിപ്പെട്ടേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാന്യമായ ജോലി ചെയ്തുകൊണ്ടിരുന്ന പലരെയും ദൈവം അതിനകത്തുനിന്ന് വിളിച്ചിറക്കിയത് നഷ്ടമായിട്ടില്ലെന്ന് പലരുടെയും അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ നാമനിമിത്തം ഏതൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ അതിനപ്പുറത്ത് ദൈവം തമ്പുരാൻ അവരെ ആദരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, കാളയെ പൂട്ടിക്കൊണ്ട് നിന്നവന്റെ മേൽ ഏലിയാവ് ചെന്ന് പുതപ്പിട്ടു. പുതപ്പു വീണ എലീശാ കാള വിട്ടു, കലപ്പ വിട്ടു. പ്രൈസ് ദി ലോർഡ്. ശരിയായ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ വിടേണ്ടത് മുഴുവൻ വിടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന് യാതൊരു തടസ്സമില്ല. ശരിയായ നിറവ് പ്രാപിച്ചാൽ, ശരിയായ ഒരുക്കം വെളിപ്പെട്ടാൽ വേറെ ആരും പ്രബോധിപ്പിക്കണ്ട, വിടേണ്ടത് മുഴുവൻ അവൻ വിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ കാള വിട്ടു, കലപ്പ വിട്ടു. എന്നിട്ട് ഏലിയാവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എലീശാ പറയുകയാണ്, പുതപ്പൊക്കെ വീണു ശരിയാണ്, പക്ഷേ എനിക്ക് എന്റെ പിതാവിനോടും മാതാവിനോടും എന്ത് ചെയ്യണം? ഒന്ന് ചെന്ന് പറഞ്ഞ് ഒരു യാത്ര ചോദിച്ച് അവർക്കൊരു ചുംബനം കൊടുത്ത് ഞാൻ എന്ത് ചെയ്യാം? മടങ്ങി വരാം. അതിനകത്തൊരു പ്രബോധനം കൂടെ ഞാൻ പറയാം. മാതാപിതാക്കളോടുള്ള കടപ്പാട് നിറവേറ്റുവാൻ കാഴ്ചപ്പാടുള്ള തലമുറകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.
ആത്മീയ മണ്ഡലത്തിൽ ഒത്തിരി അന്യഭാഷ പറയുന്ന, ഒത്തിരി ബഹളം വെക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവമക്കളെ, മാതാപിതാക്കളോട് ബഹുമാനമില്ലാത്ത, മാതാപിതാക്കളോട് കടപ്പാടില്ലാത്ത ഒത്തിരി ആത്മീയരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്യഭാഷ നല്ലതാണ്, പ്രവചനം നല്ലതാണ്, ശുശ്രൂഷ നല്ലതാണ്. പക്ഷേ കടപ്പാടുകൾ നിറവേറ്റേണ്ട മണ്ഡലങ്ങളിൽ കടപ്പാടുകൾ നിറവേറ്റാതെ നീ എന്നാ ശുശ്രൂഷ ചെയ്താലും, എന്നാ ദൈവത്തിന് വേണ്ടി കൊടുത്താലും അതൊന്നും ദൈവം സ്തോത്രം വിലപ്പെട്ടതായി കാണത്തില്ലെന്നുള്ള കാര്യം കൂടെ ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കളോട് കടപ്പാട് നിറവേറ്റുവാൻ കാഴ്ചപ്പാട് ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ലെവലിലായി കഴിഞ്ഞാൽ പിന്നെ അപ്പനും വേണ്ട, അമ്മയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അവർ കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ഒത്തിരി തടയുന്ന ആത്മീയരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നീ എന്തു വിതയ്ക്കുമോ അത് കൊയ്യും. പ്രൈസ് ദി ലോർഡ്. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കുന്ന, ആദരവ് കാണിക്കുന്ന സഹോദരി സഹോദരന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാനിതൊക്കെ പറയുമ്പോൾ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് മാതാവും പിതാവും ഉണ്ടായിരുന്നു. ഞാൻ കുണ്ടറയിലൊക്കെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ആഴ്ചയിലൊരിക്കൽ, രണ്ടാഴ്ചയിലൊരിക്കൽ എൻ്റെ മാതാപിതാക്കളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിൽ അരിപ്പാട്ട് കടന്നു പോകുമായിരുന്നു. അവർക്ക് വേണ്ട ഇഷ്ട ആഹാരം എന്താണെന്ന് വിചാരിച്ചാൽ അതും പൊതിഞ്ഞു കെട്ടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഭവനത്തിൽ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ നല്ലതാ, ആത്മീകം നല്ലതാ, ബഹളം നല്ലതാ. പക്ഷേ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ, നിന്നെ ഇത്രത്തോളം ആക്കിക്കൊണ്ടുവന്ന അവർക്ക് വേണ്ട കടപ്പാട് ചെയ്യാതെ സ്വന്തം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വന്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രായോഗിക വശം കൂടെ ഇന്ന് രാത്രി ഞാൻ കയറി പറഞ്ഞു വരട്ടെ. അപ്പോൾ തന്നെ അതിന് വേറൊരു വശം കൂടെ പറയാം. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനത് ചെയ്തെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു അപ്പനും അമ്മയും. പ്രൈസ് ദി ലോർഡ്. ചിലത് സ്വന്തം അപ്പനും അമ്മയ്ക്കും വല്ലതും ചെയ്യും, പക്ഷേ ഭാര്യയുടെ അപ്പനും അമ്മയ്ക്കും ഒന്നും ചെയ്തില്ല. സ്വത്രം. എന്നെ എൻ്റെ അപ്പനും അമ്മയും വളർത്തിയ പോലെ എൻ്റെ ഭാര്യയെയും അവർ വളർത്തിയേ. പ്രൈസ് ദി ലോർഡ്. അവരോട് കടപ്പാട് നിറവേറ്റണം എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പത്തനാപുരത്തായിരുന്നു എൻ്റെ ഫാദർ ലോയും മദർ ലോയും താമസം. അവരും നിത്യതയിൽ വിശ്രമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെയും അടുക്കൽ പോയി അവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച്, അവരുടെ ബലഹീനതയുടെ നടുവിൽ കൂടെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ ദൈവകൃപയാൽ അവസരം തന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഇന്ന് രാത്രി പറയട്ടെ, എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും എൻ്റെ അമ്മായിയപ്പൻ്റെയും അമ്മായിയമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചവനാ ഞാൻ. സ്വതന്ത്രം പറയാൻ പറ്റുമോ? ഞാൻ ചിലപ്പോഴൊക്കെ അത് പറയാൻ പറഞ്ഞു, വല്ലപ്പോഴുമെങ്കിലും മാതാപിതാക്കൾക്ക് ഒരു തുണി മേടിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രം പറയാൻ പറ്റുമോ? സ്വതന്ത്രം. വല്ലപ്പോഴും ഒരു കൈമടക്ക്. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, മരിച്ചു കഴിയുമ്പോൾ എവിടെങ്കിലും 250 രൂപയുടെ സ്പ്രേ കുപ്പി മേടിച്ച് അന്നേരമല്ല അടിക്കേണ്ടത്, അവർ ജീവിച്ചിരിക്കുമ്പോൾ മേടിച്ചു കൊടു. മരിച്ചിട്ട് സ്പ്രേ കുപ്പി മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അന്നേരം മൂങ്കണ്ണീര് കാണിച്ചിട്ടും കാര്യമില്ല. ജീവനോടിരിക്കുമ്പോൾ വല്ലോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. സ്വതന്ത്രം പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്.
ദാവീദ് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ രൂക്ഷമായപ്പോൾ അവന്റെ മാതാപിതാക്കളെ കൊണ്ട് താമസിപ്പിച്ച ഒരു രംഗമുണ്ട്. അവൻ വചനം അറിയാവുന്നവർക്കറിയാം. അല്ലെങ്കിൽ അവൻ നെട്ടോട്ടം ഓടുകയാണ്, അവരുടെ നിലനിൽപ്പില്ലാതെ യാത്ര ചെയ്യുകയാണ്. അവനോട് അടുത്തുകൊണ്ട് താമസിപ്പിച്ചു പറയുകയാണ്, എനിക്ക് ഗത്യന്തരമില്ലാതെ ഞാൻ ഓടി നടക്കുകയാണ്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്റെ അപ്പനും അമ്മയുടെ താമസിപ്പിക്കട്ടെ. സ്വത്രം യേശു കർത്താവ് ചെയ്തറിയാമല്ലോ. യേശുവിന്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് യേശുവിന്റെ അമ്മയെ യോഹന്നാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, ഇതാ എന്റെ അമ്മ. മാതാപിതാക്കളോട് കടപ്പാട് നിറവേറ്റുന്നവർ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ, ആമേൻ. എനിക്കറിയാം, ഒത്തിരി അനുഭവങ്ങൾ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആമി ടൈൽസ് ഇട്ട വീടും മാർബിളിട്ട വീടിനകത്തും വലിയ പരിജ്ഞാനമോ വലിയ വകതിരിവോ വലിയ വിദ്യാഭ്യാസമില്ലാത്ത അപ്പൻ ചെരുപ്പിട്ട് കയറിയെന്നും പറഞ്ഞുകൊണ്ട് ആമി വീട്ടിനകത്തുനിന്ന് അടിച്ചിറക്കിയ കുടുംബങ്ങളെ എനിക്കറിയാം. മറക്കല്ല. ഇന്നും ആ ഭവനത്തിന്റെ അടി തീർന്നിട്ടില്ല കേട്ടോ. എന്താ നിനക്ക് മാർബിൾ വന്ന്, എന്താ നിനക്ക് ടൈൽസ് വന്നത്? ഒന്നുമില്ല. ഇവിടെ മണ്ഡലത്തിൽ പാവപ്പെട്ട ഭക്തന്മാരും പാവപ്പെട്ട ദൈവജനവും നിന്റെ കുടിലിനകത്ത് വന്നിരുന്ന ആത്മാവിൽ ആരാധിച്ചതല്ലേ നിന്റെ സ്ഥിതി മാറ്റപ്പെടാൻ ഇടയായത്. രാത്രി ഞാൻ ആത്മാർത്ഥതയോടെ പറയുന്നു, വന്ന വഴി മറക്കാത്തവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നാമം നമ്മെ ഉയർത്തുന്ന നാമമാ, ഈ നാമം നമ്മെ മാനിക്കുന്ന നാമമാ. പക്ഷെ ചുവട് മറക്കാതെ, വന്ന വഴി മറക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Praise the Lord. Hallelujah. നമ്മളത്രയും വിദ്യാഭ്യാസവും നമ്മളത്രയും സൗന്ദര്യവും പരിജ്ഞാനമൊന്നും അപ്പനും അമ്മയ്ക്കും ഒന്നും കാണത്തില്ല. പക്ഷേ അവരപ്പനല്ലാതെ വരുന്നില്ല, അമ്മയല്ലാതെ വരുന്നില്ല. അവരെ പരിപാലിക്കുന്ന. പണ്ടൊരിക്കൽ സ്തോത്രം, ഞാനൊരു സഭയെ ശുശ്രൂഷിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രിയപ്പെട്ടവൻ പറഞ്ഞൊരു കാര്യമാണ്. സ്തോത്രം, 14 വർഷം ഞാൻ എൻ്റെ അമ്മയെ നോക്കിയെന്ന്. എങ്ങനെ നോക്കിയെന്നറിയാമോ? അന്നമ്മ തൂക്കും, തേച്ചുമണക്കും, കറിക്കരിയും, തോരനരിയും. 14 വർഷം അങ്ങനെ നോക്കിയില്ലയോ? കിടപ്പിലാകുമ്പോ നോക്കണ്ടേ, അന്നേരം നോക്കാനില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ കൊണ്ട് ഉപയോഗമുള്ളപ്പോ നോക്കിയെന്നോ? നോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ബാത്റൂമിൽ പോയാൽ ചിലപ്പോൾ കണ്ണ് കാണാത്തത് കൊണ്ട് അഴുക്ക് കിടക്കും കേട്ടോ. അതിന്റെ പുറകിന് പോയി ഞാൻ കഴുകിയിട്ടുണ്ട്. എത്രയോ വീടുകളിൽ അത് മുഖാന്തരം ബഹളം ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? യേശുവിന്റെ നാമത്തിൽ മാതാപിതാക്കളോട് കടപ്പാട് നിറവേറ്റുവാൻ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. എവിടെങ്കിലും അതിന് മംഗലറ്റെങ്കിൽ താമിൽ മാതാപിതാക്കളെ കണ്ണുനീര് നീ മുഖാന്തരം ഒഴിക്കുവാൻ ഇടയാകാതെ, അത് ശാപമായി കിടക്കാൻ അനുവദിക്കാതെ അവരോടുള്ള കടപ്പാട് നിറവേറ്റ്. എന്നിട്ട് ദൈവത്തെ സ്തുതി. എലിശ പറഞ്ഞു, എന്റെ മേൽ പുതപ്പൊക്കെ വീണതാ, ശുശ്രൂഷയ്ക്കുള്ള വേർതിരിവൊക്കെ എനിക്കുണ്ടായെന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് അവരെ കാണണം, വീട്ടിൽ വരെ പോകണം, എനിക്ക് അവരോട് യാത്ര ചെയ്ത് പിരിയണം. അങ്ങനെ അവൻ ഏലിയാവിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് ഉടനെ ഏലിയാവ് ഒരു വാക്കൂടെ പറഞ്ഞു, നീ പൊയ്ക്കോ. പക്ഷേ നീ മറക്കരുത്, വീട്ടിൽ ചെന്ന് കാളയെ വിടാൻ പോവാ, കലപ്പ വിടാൻ പോവാ, നല്ല ജോലി മണ്ഡലം വിടാൻ പോവാ. അമ്മാച്ചനും അടിയനും കൊച്ചപ്പനും വേണ്ടപ്പെട്ടവരൊക്കെ ചിലപ്പോൾ നിന്നെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിനക്ക് വേണ്ടി ദൈവം ചെയ്തത് നീ മറക്കരുത്. ആര് നിന്നെ തടഞ്ഞാലും ഈ വിളിയുടെ ആഴം നീ മനസ്സിലാക്കിക്കോണമെന്ന് അവനെ ഓർമ്മിപ്പിച്ചുണർത്തി അവനെ അയക്കുകയാണ്. അവൻ വീട്ടിൽ ചെന്ന്, എനിക്ക് ആ കാര്യം പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വചനമാണ്. അവൻ വീട്ടിൽ ചെന്നേന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് വായിക്കുമോ വേഗത്തിൽ? ഞാൻ ചിന്തിക്കുന്നു
ആ വാക്യം അത്രയും കാര്യങ്ങളെ അതിനകത്ത് എഴുതിയിട്ടുള്ളെങ്കിലും ഞാൻ ആ വാക്യം വായിക്കുമ്പോഴെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനാക്കാരെ എല്ലാം വീട്ടിൽ എന്ത് ചെയ്തു? വിളിച്ച് എവിടെ പോകാൻ പോവാ? ഏലിയാവിൻ്റെ ബൈബിൾ കോളേജിൽ പോകാൻ പോവാ. ചിലർ പോകുന്നതും അറിയത്തില്ല, വരുന്നതും അറിയത്തില്ല. അങ്ങനെ ഉണ്ട് ചിലത്. പ്രൈസ് ദി ലോർഡ്. എടാ, നീ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റെപ്പ് വെച്ചാൽ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിച്ചോണ്ടിറങ്ങണം. ദൈവദാസന്റെ അനുഗ്രഹം വേണം, ദൈവ മക്കളുടെ അനുഗ്രഹം വേണം, മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. അങ്ങനെ കയറി വരുന്നവരെ ഇരട്ടി ശക്തിയോടെ ദൈവം ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുക്കും ചിട്ടയോടെ ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട്, അനുസരിച്ച്, തർജ്ജനത്തിന് കീഴ്പ്പെട്ട്, ശാസനയ്ക്ക് കീഴ്പ്പെട്ട് ആരൊക്കെ കയറി വന്നിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അതിനാർക്കും സമയമില്ലല്ലോ. ഇന്ന് നേരിട്ടങ്ങ് കയറി വരണം. നടക്കത്തില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറി വന്നവരൊക്കെ നിന്നിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇരുന്നേക്കുന്നത് പോലെ ചിലതൊക്കെ നന്നാകും, അതുപോലെ തന്നെ അസ്തമിക്കും. പക്ഷേ കഷ്ടതയിൽ കൂടി, ശോധനയിൽ കൂടി, വേദനയിൽ കൂടി ആരൊക്കെ കയറി വന്നിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനാക്കാരെ എല്ലാം എന്ത് ചെയ്തു? വീട്ടിൽ. ഇനി വേറൊരു വിഷയം കൊണ്ടിട്ട്, അവൻ പ്രാർത്ഥനാക്കാരെ വിളിച്ചാൽ എല്ലാവരും എന്ത് ചെയ്യും? കാരണം ഇവൻ പ്രാർത്ഥനക്കാരെല്ലാവരുമായിട്ട് ഇവൻ എന്താ? നല്ല സഹകരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ അങ്ങനെയല്ലല്ലോ. സ്തോത്രം. ആരാധന കഴിഞ്ഞ് ഒന്ന് കൈ കൊടുത്ത് പിരിയാൻ പോലും പലക്കെന്തല്ല. പ്രൈസ് ദി ലോർഡ്. ഒരുവനെ ഇഷ്ടമല്ല. തമ്മിൽ തന്നെ സംസാരിച്ച് തന്നെ നാളുകൾ ആയി. സ്നേഹചുംബനത്തിന്റെ സമയത്ത് പോലും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ചുംബനം കൊടുക്കാതെ മാറുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഐക്യതയുള്ള കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് വീട്ടിലും പ്രാർത്ഥന വെച്ചാലും, ഏത് വീട്ടിലും പോകാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലർ ചിലരുടെ വീട്ടിൽ പോകത്തില്ല, ചിലരുടെ വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല, ചിലരുടെ വീട്ടിൽ നിന്ന് കുടിക്കത്തില്ല. അങ്ങനെയുള്ള ചില പരിപാടിയുണ്ട്. സ്തോത്രം. എന്നാൽ അവരുടെ അന്യഭാഷ കേട്ടാലോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മീയരെ, എല്ലാവരുമായിട്ട് ഐക്യതയോടെ പോകാൻ അവൻ ഇന്ന് രാത്രി ഏൽപ്പിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എവിടെങ്കിലും പോരായ്മ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അപാകതകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ 19ാമത്തെ രാത്രിയിൽ ദൈവത്തിന് ഏറ്റുപറഞ്ഞ് പിടിവാശി വിട്ടേച്ച്, വാശി വിട്ടേച്ച് ദൈവത്തിന് ഒരുക്കപ്പെടുവാൻ ദൈവാത്മാവ് ഉപദേശിക്കുകയാണ്. അവൻ പ്രാർത്ഥനക്കാരെ എല്ലാം വീട്ടിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് എന്തെന്നറിയാമോ അവിടെ വായിക്കുന്നത്? ഒരേ കാളയെ പിടിച്ച് 5 രൂപയുടെ ഉണങ്ങിയ പപ്സ് കൊടുത്തെന്നല്ല. സ്വത്രം. ലേലുയ്യ. എടാ, പ്രാർത്ഥന വെച്ചതായിരിക്കണം. അങ്ങനെ വേണം. ലേലുയ്യ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന വെക്കുന്നത് അതിന് ഇച്ചിരി മെനക്കേടാ, അതിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്തോത്രം. കട്ടിൽ പിടിക്കണം, ടീപ്പോ പിടിക്കണം, മേശ പിടിക്കണം. ചില ബുദ്ധിമുട്ടാ. ചിലക്കൊക്കെ അതാ വിഷയം. പ്രാർത്ഥന ഈ ആഴ്ച പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടായോണ്ട് എന്താ ഈ ആഴ്ച പ്രാർത്ഥന? എന്നാ നിനക്കിതൊക്കെ ആയത്? ടീപ്പോ എന്നാ ആയത്? ഡൈനിങ് ടേബിൾ എന്നാ ആയത്? അതായതുകൊണ്ടല്ലേ പ്രാർത്ഥന വെക്കാൻ ബുദ്ധിമുട്ട്. രാത്രി മറന്നു പോകരുത്. ഇല്ലായ്മയുടെ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ട ഭക്തന്മാർ നിന്റെ വീട്ടിൽ വന്ന് കാൽ വെച്ചത് നിന്റെ വീടിന്റെ സ്ഥിതിക്ക് മാറ്റം തന്നെ. യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിനകത്ത് സന്തോഷത്തോടെ പറയുന്നു, പാവപ്പെട്ട ഭക്തന്മാരും ദൈവജനവും വന്ന് നിഷ്കളങ്കതയോടെ ആത്മാവിൽ ആരാധിച്ച എന്റെ കുടുംബത്തിന്റെ കെട്ട് ദൈവം പൊട്ടിച്ചത്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ കുടുംബം പ്രാർത്ഥിച്ചവരെ മറക്കരുത്,
ആരാധിച്ചവരെ മറക്കരുത്. കൈത്താങ്ങെത്തുന്നവരെ മറക്കരുത്. നിനക്ക് വേണ്ടി ജാഗരിച്ചവരെ മറക്കരുത്. നിനക്ക് വേണ്ടി ഇവിടെ നിന്നവരെ മറക്കരുത്. Glory, 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 glory. Udamara, Baushamara, Yalagat. Nigalkadalagadas. Hallelujah. Niratri Marakarada. അവൻ ഒരേ കാളയെ പിടിച്ചു. അതിനെ എന്ത് ചെയ്തു? പാകം ചെയ്തു. എന്തോ കണ്ടാ പാകം ചെയ്തറിയാമോ? കാളയുടെ മരക്കോപ്പ്. അതിനകത്തൊരർത്ഥമുണ്ട്. ഇനിയും മേലാൽ ഈ പണിക്ക് സ്വത്രം. ചിലർ എല്ലാം വിട്ടാലും ഇച്ചിരി കുഞ്ഞിരാമന്റെ പൊടിക്കൈ കയ്യിലുണ്ട്. ഇച്ചിരി പൊടിക്കൈ വിട്ടെന്ന് പറഞ്ഞാലും ഫോൺ വരുമ്പോ നേരെ ടെറസിന്റെ മുകളിൽ കയറും. മുറിക്കകത്ത് നിന്ന് എന്തിരുത്തില്ല. സ്വത്രം സ്വത്രം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നിന്റെ മൊബൈൽ 24 മണിക്കൂറും ഏത് സമയത്തും എൻ്റെ യേശുവിനൊന്ന് കൈകാര്യം ചെയ്ത് കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ? അങ്ങനെയുള്ളവർ ദൈവത്തെ സ്തുതിക്കണം. എനിക്കും ഉണ്ടൊരു അത്യാവശ്യത്തിന് വിളിക്കാൻ ഒരു പഴയ ഒരെണ്ണം. അതിനകത്ത് ദൈവഹിതമല്ലാത്ത ഒരു മെസ്സേജ് ഇല്ല. അതിനകത്ത് ദൈവഹിതമല്ലാത്ത ഒരു ഫോൺ നമ്പർ ഇല്ല. ഏത് സമയത്തും എൻ്റെ യേശുവിനത് കൈകാര്യം ചെയ്യാം. ആമേൻ, ആമേൻ. സ്വത്രം പറയാൻ പറ്റുമെങ്കിൽ സ്വത്രം ചെയ്യും. ഹല്ലേലൂയ. ചിലരുടെ ഫോൺ വന്നാലേ പറയും, മമ്മി അത് ഞാൻ എന്ത് ചെയ്തോളാം, വേറെ ആരും. സ്വത്രം. വേറെ ആരും എൻ്റെ ഫോൺ എന്ത് ചെയ്യണ്ട. അപ്പൊ വേറെ ആരാ വിളിക്കുന്നേ? സ്വത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ ബന്ധനം കൂടെ അങ്ങ് അഴിയട്ടെ. ആ പോരാട്ടം കൂടെ അഴിയട്ടെ. ദൈവഹിതമല്ലാത്ത യാതൊരു കുലുമാലും അതിനകത്തുണ്ടാകരുത്. വിട്ടത് വിട്ടു, കളഞ്ഞത് കളഞ്ഞു, ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചു. കാളയുടെ മരക്കൊപ്പ് വെട്ടിക്കീറി. ഇനിയും മേലാ ദൈവദാസനെ ഈ പണിക്ക് ഞാനില്ല. പണ്ടാരോ ദൈവദാസൻ പ്രസംഗിച്ചത് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഹൃദയത്തിൽ ഓടി വരികയാണ്. പത്രോസ് പടകും വലയും വിട്ടെങ്കിലും എളിയിൽ ചൂണ്ട കരുതിയിരുന്നെന്ന ഒരാൾ പറഞ്ഞത്. പടകും വലയും വിട്ടുള്ളൂ, എന്നാൽ അത്യാവശ്യത്തിന് എന്തോ ഉണ്ട്. എളിയിൽ ചൂണ്ട അത് വേണ്ട. വിട്ടത് വിട്ടു, കളഞ്ഞത് കളഞ്ഞു, ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചു, വേണ്ട എന്ന് വെച്ചത് വേണ്ട എന്ന് വെച്ചു. ഇന്ന് രാത്രി സമർപ്പണമുള്ളവർ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ആമീൻ. ദൈവം ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ മക്കളെ, പ്രാർത്ഥനക്കാരെ വിളിച്ചു. ആമീൻ. പ്രാർത്ഥന നടത്തുന്ന ഒരു ലീഡർ ഉണ്ടെങ്കിൽ അവരെയും പോയി വിളിച്ചു. എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിച്ചു. ബൈബിൾ കോളേജിൽ പോവാ. ഏലിയാവിന്റെ ബൈബിൾ കോളേജിൽ സ്കൂളിൽ പോവാ. ഏലിയാവിന് ചില സ്ഥലങ്ങളിൽ എന്തുണ്ട്? എരിയോവിലും ബദേലിലും ഒക്കെ എന്തുണ്ട്? ബൈബിൾ സ്കൂളുണ്ട്. അതിലേക്ക് ഞാൻ കയറി വരാൻ പോവാ. പറയാം, അതിനകത്ത് ഇച്ചിരി കാര്യമുണ്ട്. ബൈബിൾ സ്കൂളിൽ പോകാൻ പോവാ. അപ്പൻ്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം, കുടുംബത്തിലുള്ള എല്ലാവരുടെ അനുഗ്രഹം, ദൈവ മക്കളുടെ അനുഗ്രഹം, ദൈവദാസന്റെ അനുഗ്രഹം. അവനെ ദൈവം പുറത്തു കൊണ്ടുപോകുന്നില്ല. പിന്നെ ആരെയാ പുറത്തു കൊണ്ടുവരുന്നത്? അവനെ പുറത്തു കൊണ്ടുവരൂ. നീ വരുന്നതും അറിയണം, പോന്നതും. സ്വത്രം. ചിലർ ഗൾഫിൽ പോകുന്നത് അറിയും, പക്ഷെ വരുന്നത് അറിയത്തില്ല. പോകുന്നത് അറിയും, ഇതിന് ഇടയ്ക്ക് വരുന്നതൊന്നും എന്ത് ചെയ്യത്തില്ല, അതറിയത്തില്ല. പോട്ടെ, ഞാൻ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. വരുന്നതും അറിയണം, പോകുന്നതും അറിയണം. സ്തോത്രം. ശ്രദ്ധിക്കേ, അങ്ങനെ അവൻ ഇരട്ടി ശക്തി പ്രാപിക്കുവാനുള്ള ഒരുക്കത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു യാത്രയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കിന്ന് രാത്രി പറയാനുള്ളത്. സ്തോത്രം. വില കൊടുത്തു, ആമി കാള വിട്ടു, കലപ്പ വിട്ടു. അന്നത്തെ മാന്യമായ തൊഴിൽ അവൻ ഉപേക്ഷിച്ചു. ദൈവത്തിന്റെ വിളി ശരിയായി വെളിപ്പെട്ടു വന്നാൽ അതൊന്നും വലുതായി തോന്നത്തില്ല.
ജോലി ഒന്നും വലുതായി തോന്നത്തില്ല. അതൊന്നും തോന്നാതെ ഇറങ്ങിയവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ തിരുനാമ നിമിത്തം എന്നെ നിങ്ങളെ ഉയർത്താൻ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരട്ടെ. ഇനിയും രാജാക്കന്മാർക്ക് എഴുതിയ 2-ാമത്തെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കയറി വന്ന് ഇരട്ടി ശക്തി പ്രാപിക്കാൻ താൻ പുറപ്പെടുന്ന യാത്ര. ആ വാക്യം ഒന്ന് വായിക്കുമോ? എലീശയോട് ഇരട്ടി ശക്തി പ്രാപിക്കാൻ പോവാ. ഇരട്ടി ശക്തി പ്രാപിക്കാൻ പോകുന്നതിന് പിന്നിലുള്ള പുറകിലുള്ള പോരാട്ടങ്ങൾ, ഒരു ലക്ഷ്യം പ്രാപിക്കുവാനായിട്ട് ഇറങ്ങുന്നവർക്കെതിരെയുള്ള വെല്ലുവിളിയും കൂടെ ദൈവമക്കൾ മനസ്സിലാക്കണം. ഒരു ലക്ഷ്യമുണ്ടോ, അതിനെതിരെ ഒരു വെല്ലുവിളിയുണ്ട്. അത് ഏതൊക്കെ നിലകളിലാ അടിക്കുന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ചേ. ഏലിയാവും എലീശയും കൂടെ യാത്ര പുറപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ഗിൽഗാലിൽ നിന്ന് അവരെന്ത് ചെയ്തു? പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോൾ നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. അടുത്ത വാക്യം. എലീശ പറഞ്ഞു, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദീർഘനാളുകൾക്ക് മുമ്പ് ഏലിയാവുമായി കണ്ടുമുട്ടിയ സമയം മുതൽ അവൻ ഹൃദയത്തിൽ പാകിയൊരു കാര്യമാണ്, എനിക്കൊരു ഇരട്ടി ശക്തി പ്രാപിക്കട്ടെ. എത്ര പേർക്കൊരാഗ്രഹമുണ്ട് ഒരു ഇരട്ടി ശക്തി വേണമെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത് അതിനുള്ള വഴി വന്ന് വീഴുകയാ, അതിനുള്ള അവസരം വന്ന് വീഴുകയാ. മാസങ്ങൾക്ക് മുമ്പ്, നാളുകൾക്ക് മുമ്പ് അവൻ ഹൃദയത്തിൽ പാകിയ ആ വിടുതലിന്റെ സമയത്തിലേക്ക് അവൻ എത്തിച്ചേരാൻ പോകുകയാ. അതിനുള്ള പുറപ്പെടൽ തുടങ്ങിയിരിക്കുകയാണ്. അന്നേരം ആദ്യത്തെ തടസ്സം പറയുകയാണ്, നീ ഇവിടെ താമസിച്ചോ, യഹോവ എന്നെ ബേഥേലിൽ അയച്ചിരിക്കുക. എലീശ പറഞ്ഞു, ഇല്ല, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, വിടുകയില്ല. സ്തോത്രം. ദൈവത്തിന്റെ ദാസനോട് ചേർന്ന് അവൻ നിൽക്കുകയാണ്. സ്തോത്രം. കൃപ പ്രാപിക്കണോ, കൃപയുള്ളവനോട് ചേർന്ന് നിൽക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന പഠിക്കണോ, പ്രാർത്ഥനയുള്ളവന്റെ കൂടെ കൂട്. വിശ്വാസത്തിന്റെ ആഴം പഠിക്കണോ, വിശ്വാസത്തിന്റെ ആഴം പറയുന്നവരുടെ കൂടെ കൂട്. പ്രൈസ് ദി ലോർഡ്. നീ ആരുടെ കൂടെ കൂടുന്നോ ആ സ്വഭാവം നിന്റെ മേൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. കൊതിഞ്ഞനെ പറയുന്നവരുടെ കൂടാണോ നീ കൂടുന്നത്, അത് താനെ നിന്റെ ജീവിതത്തിലേക്ക് കയറും. എന്നാൽ ദൈവകൃപയുള്ളവന്റെ കൂടെ കൂട്, കാഴ്ചപ്പാടുള്ളവന്റെ കൂടെ കൂട്, പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ കൂട്. നീയും ആ ലെവലിലേക്ക് കയറി വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഏലിയാവും എലീശയും തമ്മിലുള്ള യാത്ര നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ അത്ര സുഖകരമായ ഒരു യാത്രയൊന്നും ആയിരിക്കില്ല. ഇടയ്ക്ക് വഴക്ക് പറഞ്ഞു കാണും, തർജ്ജനം ചെയ്ത് കാണും, ശാസിച്ച് കാണും. പക്ഷേ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് വഹിച്ച് കൂടെ അടക്കിയ അതാ ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. ശാസിക്കുമ്പോൾ തിരിഞ്ഞു സംസാരിക്കുന്നതല്ല ദൈവത്തിന്റെ കൃപ. ആ ശാസനയ്ക്ക് കീഴ്പ്പെട്ട് അതെന്റെ അനുഗ്രഹത്തിനാണെന്ന് ചിന്തിച്ച് അങ്ങനെ കയറി വരുന്നവരെയാ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നത്. എലീശ പറഞ്ഞു, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവർ രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുന്നത് ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ അറിഞ്ഞു. അവരെല്ലാരും കൂടെ ഒരു പദ്ധതി തയ്യാറാക്കി. ഇവർ രണ്ടുപേരും കൂടെ ബേഥേലിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഇവനെ എങ്ങനെങ്കിലും ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യണം, പിന്തിരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. കുറെ നാളുകൊണ്ട് ഇവർ ഒരുമിച്ച് എന്ത് ചെയ്യുക,
യാത്ര ചെയ്യുക. അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ പദ്ധതി ഒന്ന് പൊളിക്കണം. ഇരട്ടി ശക്തി പ്രാപിക്കാൻ പോകുന്ന പോക്ക. ശ്രദ്ധിക്കണേ, ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ ഇവർ രണ്ടുപേരും കൂടെ വന്നങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പ്രവാചക ശിഷ്യന്മാർ ഇവന്റെ അടുക്കൽ വന്ന് പറഞ്ഞ വാക്കുണ്ട്. വായിച്ച വാക്യം, യഹോവ ഇന്ന് നിന്റെ യജമാനനെ ഇതൊന്നും നിനക്കറിയത്തില്ലയോ? പിന്നെ എന്തുവാ ഇങ്ങനെ വലിയ മുട്ടിയുരുമിയുള്ള യാത്ര? കുറെ നാൾ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണല്ലോ. വേറെ പരിപാടി നോക്ക്, ഞങ്ങളെ നോക്ക്, ഞങ്ങളും പ്രവാചക ശിഷ്യന്മാരാ, ഞങ്ങളെ നോക്ക്. നിനക്ക് മാത്രമെന്താ ഇത്ര വലിയ അടുപ്പം? യജമാനനെ നിങ്ങൾ നിന്ന് എടുക്കാൻ പോവാ. അതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, നീ മാറി ചവിട്ടാൻ നോക്ക്, വേറെ പരിപാടി നോക്ക് എന്ന് പറഞ്ഞ് ഇവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാ. സ്തോത്രം. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, ഉടനെ ഏലിശ പറഞ്ഞൊരു വാക്കുണ്ട്. അതിനെ അവൻ ഞാൻ അറിയുന്നു. ദൈവകൃപയുള്ളവന്റെ വാക്ക് കേട്ടോ. അവന് വേണമെങ്കിൽ 19-ാം അധ്യായം 1 രാജാവ് 19-ാം അധ്യായം 19-ാം വാക്യം മുതലുള്ള വാക്യം അനുഭവങ്ങൾ സാക്ഷ്യമായി അവന് പറയാനുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ കാളയെ പൂട്ടിക്കൊണ്ട് നിന്നതാ, അവിടെ വച്ച എന്നെ വേർതിരിച്ചത്, ഒത്തിരി സാക്ഷ്യം അവന് പറയാനുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ അവൻ പറഞ്ഞില്ല. ഒരൊറ്റ വാക്കുകൊണ്ട് അവൻ നിർത്തി. ദൈവകൃപയുള്ളവൻ ഒത്തിരി വാക്ക് പറഞ്ഞ് അവന്റെ ദൈവകൃപ കളയാൻ അവൻ മനസ്സ് വെക്കത്തില്ല. യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഒരിക്കൽ ഏലിയാവിനോട് പറഞ്ഞവൻ ഇവിടെ പറയുകയാണ്. സ്വന്തം എനിക്കറിയാം, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. എന്തിനാ ഞാൻ ഇറങ്ങിയെന്നും ഏത് കാര്യമാണ് ഞാൻ ലക്ഷ്യം വെച്ചതെന്നും എനിക്കകത്ത് നല്ല ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതിനെ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചത് ഞാൻ പ്രാപിച്ചെടുത്തുകൊണ്ട് തിരിച്ചു വരൂ. യേശുവിന്റെ നാമത്തിൽ കേവലം കുറെ നാളുകളായി ആരാധിച്ച് അന്യഭാഷ പറഞ്ഞിങ്ങനെ ഒരു പരിവത്തി പോകാതെ ചിലത് പ്രാപിക്കുവാനുള്ള ഒരു വാഞ്ച അകത്തളത്തിൽ കയറട്ടെ. ഹല്ലേലൂയ. ഒരിരട്ടി ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ആളാകെ മാറ്റുന്നത് പോലെ അവൻ നിന്റെ സ്വഭാവം മാറ്റുന്ന, നിന്റെ രീതി മാറ്റുന്ന, നിന്റെ ആകൃതി മാറ്റുന്ന, ആൾ മാറിയവനെ പോലെ നിന്റെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തിയുടെ വലിയ വ്യാപാരം ഇന്ന് രാത്രി ഇതിനകത്ത് അയക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആഗ്രഹമുള്ളവർ, വാഞ്ചയുള്ളവർ ആത്മനിയോഗത്തോടെ പ്രാർത്ഥനയോട് ഇതിനകത്തിരുന്നാട്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഒരിരട്ടി ശക്തി പ്രാപിപ്പാൻ, ഒരിരട്ടി ശക്തി പ്രാപിപ്പാൻ. വർഷങ്ങളായി ആലയത്തിൽ വന്നതല്ലേ, ഒരു ശക്തിയുടെ ഒരു അറ്റമെങ്കിലും നിനക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഒരു ലാഞ്ചനയെങ്കിലും നിന്റെ മേൽ ഏശിയിട്ടുണ്ടോ? നീണ്ട ദിവസങ്ങളായി ഇതിനകത്ത് ഉപവാസം നടക്കുകയല്ലേ, ഒരു ശക്തിയുടെ ഒരു ലാഞ്ചന പോലും നിന്റെ ശരീരത്തിൽ അടിക്കാതെ നിന്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞ്, നിന്റെ ശരീരത്തിന്റെ ബന്ധനം അഴിഞ്ഞ്, നിന്റെ അവയവങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞ്, നിന്റെ കൈകാലുകളുടെ ബന്ധനം അഴിഞ്ഞ്, പുത്തൻ ഭാഷകളിൽ ദൈവത്തെ ആരാധിച്ച് ഒരു ദൈവിക വിടുതലേറ്റെടുക്കുവാൻ കയ്യും കെട്ടിയിരുന്നാൽ, അനങ്ങാതിരുന്നാൽ ജീവിതത്തിൽ നീ വിടുതൽ പ്രാപിക്കത്തില്ല. ആരാധന വെളിപ്പെടുമ്പോൾ, ഇതിനകത്ത് ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുമ്പോൾ നിന്റെ ശരീരത്തെ വിട്ടുകൊടുത്ത്, നിന്റെ അവയവങ്ങളെ വിട്ടുകൊടുത്ത് ഒന്ന് ആത്മാവിൽ ബലപ്പെടുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ തയ്യാറായിക്കാട്ടെ. ഒരു പകർച്ച, ഒരു ആത്മശക്തി ഇതിനകത്ത് അയക്കുവാൻ ദൈവാത്മാ പദ്ധതിയിടുകയാണ്.
സ്വോത്രം 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 സ്വോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലർ ആഴമായ അകത്തളത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുതിയ ശക്തിയാൽ, ഒരു പുതിയ ബലത്താൽ ചിലർ നിറയപ്പെടട്ടെ. ശുശ്രൂഷകൾക്ക് പുതുമ വരട്ടെ, വെളിപ്പാടുകൾ വെളിപ്പെടട്ടെ, ദർശനങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൊരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നീ മുൻപോട്ടിറങ്ങുമോ അതിനോടൊരു വെല്ലുവിളിയുണ്ട്. സ്വത്രം. ബർത്തിമായി എന്ന കുരുടൻ യേശു വരുന്നത് കേട്ട് ചെവിയേക്കാമായിരുന്ന മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ ഓടി. മുന്നടക്കുന്നവർ അവനെ ശാസിച്ചു. തടസ്സമുണ്ട്. നിന്റെ വിടുതലിനെതിരെ മുന്നടക്കുന്നവരുടെ ശാസനയുണ്ട്. പക്ഷെ അതവൻ വകവച്ചില്ല. അവൻ നിലവിള ശബ്ദം ഉയർത്തി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. യേശുവിന് വഴിയൊരുക്കുന്നെന്ന് പറഞ്ഞവർ തന്നെ അവനെ തടസ്സം ചെയ്യാൻ തുടക്കി. മിണ്ടരുതെന്ന് പറഞ്ഞവൻ ശാസിച്ചു. പക്ഷേ തടസ്സത്തെ അതിജീവിച്ച് അവൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ യേശു അവന് വേണ്ടി നിന്നു. പ്രൈസ് ദി ലോർഡ്. നെഗമ്പിയാവ് ഇടിഞ്ഞു കിടന്ന ചണ്ടിക്കൂമാരത്തിൽ നിന്ന് മതിൽ പണിയുവാൻ പദ്ധതിയിട്ടപ്പോൾ സൻബല്ലത്തും തോബിയാവും ആ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ പദ്ധതിയിട്ടു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ പുറകോട്ട് മാറിയില്ല. അവൻ ചെയ്യാൻ പ്ലാൻ ഇട്ടത്, അവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പ്ലാൻ ഇട്ടത് ചെയ്യിപ്പിച്ചു. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. 40 ദിവസം കൊണ്ട് വെല്ലുവിളിച്ച ഗോലിയാത്തിന്റെ ശക്തിക്കെതിരെ ദാവീദ് ആ വാർത്ത കേട്ട് മുൻപോട്ടിറങ്ങിയപ്പോൾ ചേട്ടന്മാരായ അച്ചാച്ചന്മാർ അവനെ തടസ്സം ചെയ്തു. പക്ഷേ അത് കേട്ടുകൊണ്ട് അവൻ പുറകോട്ട് മാറിയില്ല. അവൻ ഗോലിയാത്തിന്റെ തലയെ തകർത്തു. യേശുവിന്റെ നാമത്തിൽ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി മുൻപോട്ടിറങ്ങുമോ അതിനെതിരെ ഒരു തടസ്സമുണ്ട്. ഹല്ലേലൂയ. അതിനെ അതിജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ അവൻ ഇവനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അവൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. അടുത്ത വാക്യം വായിച്ചേ. ഏലിയാവ് അവനോട് യഹോവയാണ് നിന്റെ ജീവനാണ്. സ്വത്രം. അവന് പണ്ടും ഒരു വാക്ക്, ഇപ്പോഴും മാറി മാറിയുള്ള വാക്ക് വരും. ചിലർ രാവിലെ ഒരു വാക്ക്, വൈകിട്ട് വേറൊരു വാക്ക്. നോ പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് വേറൊരു വാക്ക്, അത് കഴിയുമ്പോൾ വേറൊരു വാക്ക്. ഇല്ല. സ്തോത്രം. നേരത്തെ പറഞ്ഞു ഇത് തന്നെയാണ് പറഞ്ഞത്. ആമീൻ. സ്തോത്രം. യഹോവയാണ് നിന്റെ ജീവനാണ്. മാറി മാറി വാക്ക് പറയുന്നത് ദൈവം തമ്മിൽ ഇഷ്ടമുള്ള കാര്യമല്ല. തീരുമാനമെടുത്താൽ തീരുമാനമായിരിക്കണം. പ്രതിഷ്ഠയെടുത്താൽ പ്രതിഷ്ഠയായിരിക്കണം. സാഹചര്യത്തിനനുസരിച്ച് മാറ്റി പറയുന്നതല്ല ദൈവഹിതം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആമീൻ. അവൻ പറഞ്ഞു, യഹോവ എന്നെ എവിടോട്ട് അയച്ചിരിക്കുക? യെരിഹോവിലേക്ക് അയച്ചിരിക്കുക. അതുകൊണ്ട് നീ ഇവിടെ താമസിച്ചോ. ശ്രദ്ധിക്കണമേ. അവൻ പറഞ്ഞില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. അവിടെ നമ്മൾ ആരോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, വായിച്ച് സമയം കളയുന്നില്ല. യെരിഹോവിലുമുണ്ട്, ബേഥേലിലുമുണ്ട് പ്രവാചക ശിഷ്യന്മാർ. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ അവിടെ ഒത്തുകൂടി. എൻ്റെ ചിന്ത, ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ ഫോൺ ചെയ്ത് പറഞ്ഞു കാണും, എടാ ഞങ്ങളാവുന്ന നോക്കിയിട്ട് ഇവനെ ഒതുക്കാൻ. ഇന്നെല്ലാം ഫോണിൽ കൂടാണല്ലോ പരിപാടി. നിമിഷ നേരം കൊണ്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് ശരിക്കും ഇവനെ എന്ത് ചെയ്തോണം? ഒന്ന് കൈകാര്യം ചെയ്തോണം. അവർ ഇൻഫോർമേഷൻ കൊടുത്തു. അവൻ യെരിഹോവിൽ വന്ന് ഇവർ ലാൻഡ് ചെയ്തപ്പോൾ അവര് പറഞ്ഞ അതേ ഡയലോഗ് യെരിഹോവിലെ ശിഷ്യന്മാരും പറഞ്ഞു. കാരണം ഇവരെല്ലാവരും കൂടെ ഒത്താ കൂടിയത്, ഒരുമിച്ച് കൂടിയായിട്ടായി പരിപാടി. സ്വത്രം. നമ്മൾ ചിലരോട് ചോദിക്കത്തില്ലയോ, ഈ കാര്യങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ബുദ്ധിയുള്ളവർക്ക് പിടിച്ചാൽ ആളിനെ നമുക്കറിയാം. മനസ്സിലായോ? ആ ആളിൽ നിന്ന് അതെന്ത് ചെയ്യൂ? വെളിപ്പെട്ടു വരൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് ഒരു കാര്യത്തോളം ബന്ധത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാരാ? ഇന്ത്യയിലല്ലയോ അതിന്റെ ബുദ്ധി പറഞ്ഞു തന്നത് എന്ന് ദാവീദ് ചോദിച്ചു. ദാവീദ് അറിയാം അതിന്റെ ബുദ്ധി
പ്രയോഗം ഇന്റാറിൽ നിന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാരും ഇവർ വന്നോട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ആമീൻ സ്തോത്രം, നിന്റെ യജമാനനെ നിങ്ങൾ നിന്ന് എടുക്കാൻ പോകുക. അതുകൊണ്ട് നീ പരിപാടി ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ കൂട്, ഞങ്ങളും പ്രവാചകന്മാരാ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, പോരാട്ടം പുറത്തുനിന്നല്ല, പോരാട്ടം അകത്തുനിന്ന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അകത്തെ പുറത്തെ പോരാട്ടത്തെ ശാസിച്ചാൽ അഴിയും. ഇവിടുത്തെ പോരാട്ടത്തെ ശാസിച്ചാൽ അഴിയത്തില്ല. പോട്ടെ, ഞാൻ മടങ്ങി വരികയാ. അവിടെയും അവൻ മറുപടി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഒരു മാറ്റം മറിച്ചിലുമില്ല. അവന് പഴയ വാക്ക് ഇവിടെയും അവൻ പറഞ്ഞു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ദൈവദാസനാകുന്ന ഏലിയാ പറഞ്ഞു, യഹോവ എന്നെ യോർദാനിൽ അയച്ചിരിക്കുക. അവിടെ നാം തുടർന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്, 50 പേർ അവനെതിരെ ദൂരെ മാറി നോക്കി നിന്നു, എന്ത് ഭവിക്കും എന്ന് കാണാൻ. അവർ ചിന്തിച്ചു വെച്ചത്, ഏലിയാവിനെ ഇപ്പോൾ എടുക്കും, ഇവൻ ഒറ്റപ്പെടും, ഇവന്റെ കാര്യം അധോഗതിയാ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ തകർത്ത് കളയുവാൻ ശത്രു എത്ര പദ്ധതി തയ്യാറാക്കിയതാ. നിന്നെ ഒറ്റപ്പെടുത്തിയവർ ഒറ്റപ്പെടുകയല്ലാതെ നീ ഒറ്റപ്പെടുകയില്ല. നിന്റെ കൂടെ ഒരു കൂട്ടം ജനമുണ്ടെന്ന് എന്റെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാത്രി മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ എങ്ങനെങ്കിലും നാമാവേശമാക്കുവാൻ ശത്രു കടഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവവുമായിട്ടുള്ള ബന്ധം വിടരുത്. ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുക. എല്ലാവരും പ്രാർത്ഥനയോടായിരുന്നാട്ടെ. ഒരു നിർണായക നിമിഷത്തിലേക്ക്, ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നീ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പോരാട്ടം കൂടെ അതിജീവിച്ചാൽ ഇരട്ടി ശക്തിയുടെ പാത്രമായി നീ പുറത്തു വരാൻ പോകുകയാണ്. അതിനുള്ള വെല്ലുവിളിയാണ് നീ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി മറക്കരുത്, വെല്ലുവിളികൾ അധികം വരുന്നുണ്ടോ. ഒരു പുതിയ ശക്തിക്കായി ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുക. മാറി മാറി പോരാട്ടങ്ങൾ, മാറി മാറി അസ്വസ്ഥതകൾ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇരട്ടി ശക്തി പ്രാപിച്ച് പുറത്തു വരുമെന്ന് മനസ്സിലാക്കി വിവിധ മണ്ഡലങ്ങൾക്കകത്ത് വെച്ച്, ബേഥേലിൽ വെച്ച്, യെരിഹോവിൽ വെച്ച്, യോർദാനിൽ വെച്ചൊക്കെ നിന്നെ ഒതുക്കാൻ ശത്രു പദ്ധതിയിട്ടതാ. ബേഥേലിൽ നിന്നെ തടയാൻ നോക്കി, യെരിഹോവിൽ നിന്നെ തടയാൻ നോക്കി. ഒരു ഇരട്ടി ശക്തി വ്യാപരിക്കട്ടെ, ഒരു ഇരട്ടി ശക്തി വ്യാപരിക്കട്ടെ. ഏതൊക്കെ സ്ഥലത്ത് വെച്ച് നിന്നെ ഒതുക്കാൻ നോക്കിയതാ, ഏതൊക്കെ മണ്ഡലത്തിനകത്ത് വെച്ച് നിന്നെ ഒതുക്കാൻ നോക്കിയതാ, അവിടെയൊന്നും നടക്കാതെ വന്നപ്പോൾ 50 പേര് നിനക്കെതിരെ നോക്കി നിൽക്കുക. നിനക്കെന്ത് ഭവിക്കുമെന്ന് കാണാൻ അവർ നോക്കി നിൽക്കുന്നു. ഞാൻ ആ വാക്യങ്ങൾ താരോട്ട് വായിപ്പിക്കുന്നില്ല.
അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ ഏലിയാവ് അവനോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടാൻ പോകുകയാണ്, എന്താണ് നിന്റെ ആഗ്രഹം? അവൻ പറഞ്ഞു, കഴിഞ്ഞ ദീർഘനാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എനിക്കത് പ്രാപിക്കണം, എനിക്കത് പ്രാപിച്ചേ പറ്റൂ. ഇന്ന് രാത്രി ഒരു വാശിയാകട്ടെ. ഇന്ന് രാത്രി ചിലത് പ്രാപിപ്പാൻ ഒരു വാശിയോടെ, ഹല്ലേലൂയ, ഒരു വാശിയോടെ ഇന്ന് രാത്രി മുൻപോട്ട് താല്പര്യമുള്ളവർ പുറത്തു വരുവാൻ ദൈവാത്മാ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ, പിടിവിടരുത്, പുറകോട്ട് മാറരുത്. എത്ര പദ്ധതികൾ പിശാച് തയ്യാറാക്കിയാലും നീ അകത്ത് പ്രാപിപ്പാൻ ആഗ്രഹിച്ചത് അത് പ്രാപിക്കാതെ പുറകോട്ട് മാറരുത്. പ്രാർത്ഥന നിർത്തരുത്, കണ്ണുനീര് നിർത്തരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൂരെ മാറി നിൽക്കുന്നവർ നോക്കി നിൽക്കേ. നിന്റെ മേലൊരു ശക്തി വ്യാപരിക്കാൻ പോവാ, നിന്റെ മേലൊരു കൃപ വ്യാപരിക്കാൻ പോകാ. എതിരായി നോക്കി നിൽക്കുന്നവർ കാൺകേ, നിന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കാൻ പോകുക. യെസ്, രാത്രി ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ ഇതിനകത്ത് വ്യാപരിക്കപ്പെടട്ടെ. ഇതുവരെ അനുഭവിക്കാത്ത, ഇതുവരെ പ്രാപിക്കാത്ത ഒരാത്മപകർച്ച ഇതിനകത്ത് വെളിപ്പെട്ടു തുടങ്ങട്ടെ. ഇന്ന് രാത്രി മുതൽ ആരംഭിക്കട്ടെ, ഇന്ന് രാത്രി മുതൽ ചലിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ദീർഘനാളുകളായി ജാഗരിച്ചുകൊണ്ടിരുന്ന ചില വിഷയത്തിന്റെ വിടുതൽ വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. ഗോരി 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 ഉദാരബാലവക്ഷസ് അന്തൽക്കമാരയാലകൗഷസ് ഉദരബലഘടകദലകൗഷസി അന്തരാജകാലഘടകസി. രക്തത്ത നിനക്കെതിരെ 50 എണ്ണം നിപ്പുണ്ട്. ധൈര്യത്തോടെ മുൻപോട്ട് കാച്ചുകൾ വെക്കെ. എലിശായേ, നിന്റെ മേലൊരു ശക്തി പകരാൻ പോകുക, നിന്റെ മേലൊരു പകർച്ച പകരാൻ പോകുകയാണ്, നിന്റെ മേലൊരു വിടുതൽ പകരാൻ പോകുകയാണ്, നിന്റെ മുമ്പിൽ ചിലത് വഴിമാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ഏലിയാവ് അവസാനം ചെയ്തത്, എലിശയെ നീ ആദ്യം ഒരു പുതിയ ശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. നാവിന്റെ കെട്ടുകൾ അടിഞ്ഞ് പുത്തൻ ഭാഷയിൽ പുത്തൻ വെളിപ്പാട് പ്രാപിച്ച് പുത്തൻ ദർശനം പ്രാപിച്ച് പുറത്തു വരട്ടെ. രക്തത്താലും വചനത്താലും ആത്മാവിനാലും ജയമെടുക്കുകയാണ്. ഒരു തീയുടെ അഭിഷേകം, ഒരു തീയുടെ അഭിഷേകം ഇന്ന് രാത്രിയിനകത്ത് കത്തട്ടെ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു തീയുടെ അഭിഷേകം ഇതിനകത്ത് കത്തി തുടങ്ങട്ടെ. എല്ലാവരും ആത്മനിറവിൽ ഇന്ന് രാത്രി ഏൽപ്പിക്കപ്പെട്ട് ആരാധിച്ചാട്ട്. നാവിനെ വിട്ടുകൊടുത്ത്, ശരീരത്തെ വിട്ടുകൊടുത്ത്, മനസ്സിനെ വിട്ടുകൊടുത്ത് ഒരാത്മശക്തിക്ക് വേണ്ടി കാണവിട്ട ഏലിശയെ, കലപ്പ വിട്ട ഏലിശയെ, കുടുംബത്തെ വിട്ട ഏലിശയെ നിന്നെ മാനിക്കാൻ പോകുകയാണ്. നിന്റെ മേൽ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്, നിന്റെ മേൽ നിറവ് വ്യാപരിക്കാൻ പോകുകയാണ്. രക്തം 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 ഗൗഡ ബാല ബൗഡ രഗല ബൗഷസ് ഗൗഡക രാജല അന്തൽ ജാല ബൗഡ ഗൗഡ രീതൽ ജാല ഗോരി 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 അടഗമ രഗദല ദുഡബല ബൗഷമ രഗദേ രഗലേ ബൗഡബ ഈഗമ രാജല വേദക രച്ചല ബൗഡര അന്തൽ കമാരയാല ഗടഗക്ഷസി അടകൽ കബരഘടകതലഘടകക്ഷസി. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എരികോവിൽ നോക്കി നിന്നവർ കാണത്തക്കവണ്ണം ഇതാ എലീശയുടെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. സ്വത്രം. അവർ ചിന്തിച്ചത് ഇതോടുകൂടി ഇവൻ ഒറ്റപ്പെടും, ഇതോടുകൂടി ഇവന്റെ ശുശ്രൂഷ തകരും, ഇതോടുകൂടി അവൻ നാസ്തിയായി തീരും, അവൻ സീറോയായി തീരും, അവൻ നമ്മുടെ അടുക്കൽ മടങ്ങി വരും. ഇല്ല, ഇല്ല, അവൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരത്തില്ല. നിങ്ങൾ അവന്റെ അടുക്കൽ ചെല്ലാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ നിന്റെ അടുക്കൽ മുട്ടുമടക്കാൻ പോകുകയാ. നീ അവരുടെ അടുക്കൽ മുട്ടുമടക്കിയല്ല, അവർ നിന്റെ അടുക്കൽ മുട്ടുമടക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എതിരായി നിൽക്കുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. എതിരായി നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി കരിഞ്ഞു മാറട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി, 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 ഗ്ലോറി. ചിലർ നോക്കി നിൽക്കേ, നിന്റെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. ചിലർ നോക്കി നിൽക്കേ, നിന്റെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. യെസ്. അവർ നോക്കി നിൽക്കേ, ഏലിയാവിൽ നിന്ന് വീണ പുതപ്പുമായി ഇതിനിടയ്ക്ക് ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നമുക്കതറിയാമല്ലോ. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പുമായി എലീശാ യോർദാന്റെ വക്കത്ത് വരികയാണ്. യോർദാന്റെ വക്കത്ത് വന്നിട്ട് അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞ് അവൻ പുതപ്പെടുത്തടിച്ചു. യോർദാൻ രണ്ടായി പിരിയാൻ തുടങ്ങി. അവിടെ മുതൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ നോക്കി നിൽക്കുന്നവർ കാണത്തക്ക അവന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. 50 പേരെതിരായി നോക്കി നിന്നു. അവർ അവന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കി. അവർക്ക് മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ വെറുതെ കഴിഞ്ഞ നാളുകളിൽ ദൈവദാസന്റെ പുറകെ പോയതല്ല. ഇവൻ ചിലത് ആഗ്രഹിച്ചു പുറപ്പെട്ടതാണ്. ഇവൻ നമ്മെ ശക്തി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേലൊരു കൃപയുണ്ടെന്ന്, നിന്റെ മേലൊരു ശക്തിയുണ്ടെന്ന്, നിന്റെ മേലൊരു ശുശ്രൂഷയുണ്ടെന്ന് ദേശം അറിയത്തക്കവണ്ണം, ജാതികൾ അറിയത്തക്കവണ്ണം, കൂടപ്പിറപ്പുകൾ അറിയത്തക്കവണ്ണം. കൃപ, കൃപ, കൃപ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിനകത്ത് ഒരിരട്ടി ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി പുറപ്പെടട്ടെ. ഒരു തീയുടെ അഭിഷേകം, ഒരു തീയുടെ അഭിഷേകം ഇതിനകത്തളത്ത് വ്യാപരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. എന്റെ ജനത്തെ ആജാലക ശന്തരാജക ആൽ മാറിയവരെ പോലെ, ആത്മാവിൽ എടുത്തെറിയുന്നവരെ പോലെ ഒരു പ്രത്യേക അനുഭവം ഇന്ന് രാത്രി മുതൽ വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഊടാബാര മൗഡാജാല മൗഷാജാല അതരകജാല മൗഡകരാജ വേദകരച്ച അന്തൽ ജാല മൗഡൽ കൗഡ രീതൽ ജാല. യെസ്, 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 യെസ്. Glory, 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 glory. Daraja Maudabara, Dinabara, Audaba, Regadala, Judabala, Baushama, Asturaja Gala, Bausha, Vedigal Kadada Gachas, Astaradi Gala Gadagasi,
വില കൊടുത്ത് ഭവനം മുതൽ വില കൊടുത്ത് വയല് മുതൽ വില കൊടുത്ത് കേറി വന്നവനാ എലീശ. അവന്റെ അനുഭവങ്ങൾ അറിയാവുന്നവർക്ക് അറിയൂ. ഇന്ന് രാത്രി അനുഭവങ്ങളുള്ള ദൈവത്തിന്റെ പൈതലേ, നീ ധൈര്യത്തോടെ നിൽക്ക്. നിന്നെ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട്. Praise the Lord. ആര് നിനക്കെതിരെ തിരിഞ്ഞാലും നിന്നെ അഭിഷേകം ചെയ്ത ഒരുത്തൻ, നിന്നെ വേർതിരിച്ച ഒരുത്തൻ ഇന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ടെന്ന് മറക്കരുത്. ഇന്ന് രാത്രി അവനുമായിട്ടാണ് നിനക്ക് യാത്രയുള്ളത്. ധൈര്യത്തോടെ മുൻപോട്ട് സ്റ്റെപ്പ് വെക്ക്. നീ പുതിയ വിടുതലിലേക്ക് കയറി വരാൻ പോകുകയാ. പുതിയ ശക്തിയിലേക്ക് നീ സ്റ്റെപ്പ് വെക്കാൻ പോകുകയാ. പുതിയ ശുശ്രൂഷയിലേക്ക് നീ കാൽച്ചുവടുകൾ വെക്കാൻ പോകുകയാ. Yes. Glory. Udabala Baushadala Adagaragala Udabala Baushas Rigambara Dagala Gadagagas Udagal Kabaragadagas. ഇന്ന് രാത്രി എല്ലാവരും ദൈവസേന എഴുന്നേറ്റാട്ടെ. ഒരു പുതിയ ശക്തിക്ക് വേണ്ടി നമുക്കിന്ന് രാത്രി ഒരല്പ നിമിഷം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരല്പ നിമിഷം ആരാധനയ്ക്കായി ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. പ്രാർത്ഥിക്കും. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ചേർന്ന് പാടിക്കാട്ടെ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. അവേ പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. അവൻ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദി കടപ്പാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയിന്നു പരമപിതാവേ വചനത്താലും
ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ സൈന്യത്താലും അല്ല ശക്തിയാൽ അല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ സ്തുതിക്കാൻ ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം പെന്തക്കോസ്തു നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ മഴ പെന്തക്കോസ്തു നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ മഴ
ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു പുതിയ ബലത്തോട്, ഒരു പുതിയ ശക്തിയോട് നമ്മുടെ ഭവനങ്ങളിലേക്ക് കാൽച്ചുവടുകളെ വെക്കുക. പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോട് എൻ്റെ വാക്കിൽ നിരിക്കുന്നു. എനിക്ക് അവസരമൊരുക്കിയ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ദൈവത്തിൻ്റെ സഭയോടും എല്ലാവരോടും ഹൃദയമായ കടപ്പാടും നന്ദി ഓർമ്മിപ്പിക്കുന്നു. ഓർക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദിവസവിടെ സ്വീകരിച്ച് കിടന്നു അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിൻ്റെ വലിയ ദാസൻ ദിവസവിടെ വലിയ വ്യക്തികളാണ്. നന്ദിയിരിക്കും നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം അടയ്ക്കാം. ഈ നല്ല രാത്രി കാലവും കർത്തൃപാരപടത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതം നൽകിയ എല്ലാ നല്ല സാവകാശങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാൻ. കർത്താവിൻ്റെ വലിയൊരു ബുദ്ധനെ കർത്താവ് ഇന്ന് രാത്രി കാലവും കരങ്ങളെടുത്തല്ലോ. വചനത്തിൻ്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. ഒരു ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മുടെ ഇടപെട്ട ദൂതുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ വചനത്തിൻ്റെ ആഴങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തെ ഉപയോഗിച്ച് നമ്മോട് സംസാരിച്ച എല്ലാ ദൂതുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം.
കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ വില കൊടുക്കണമെന്ന്, ചിലതൊക്കെ ത്യജിക്കാൻ തയ്യാറാകണമെന്ന്, ആത്മാവിൽ മുന്നേറണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ചല്ലോ. ഈ ദിവസങ്ങൾ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചവരായി, ദൈവാത്മ ശക്തി പ്രാപിച്ചവരായി, ദൈവാത്മ നിറവ് പ്രാപിച്ചവരായി ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പഴയ പുതിയ നിയമത്തിന്റെ കൽപ്പന, വാഗ്ദത്തത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പനയാണ്, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കേണ്ടതിനും നീ നന്മ പ്രാപിക്കേണ്ടതിനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ ഹല്ലേലൂയ ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, അവരെ ബഹുമാനിക്കുവാൻ, ഹല്ലേലൂയ അവർക്ക് വേണ്ടി ചെലവിടുവാൻ, ഈ തലമുറ ദൈവനാമത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ അനേകരുടെ മുമ്പിൽ ഒരു മാതൃകയുള്ള ഒരു ശ്രേഷ്ഠരായി വിളങ്ങുവാൻ നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ, ഐക്യതയോടെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ, ദൈവാത്മ നിയന്ത്രണത്തിൽ ആത്മാവിൽ മുന്നേറുവാൻ നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. വചനം സംസാരിപ്പാൻ കർത്താവിനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. ഇന്ന് രാത്രികാലം കർത്താവ് വലിയ വിടുതലുകൾ അയച്ചല്ലോ. അതിനായി തന്നെ ഭക്തനെ കർത്താവ് കരങ്ങളെടുത്ത് വലിയ ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. മടക്കയാത്ര ദൈവസാന്നിധ്യം കൽപ്പിക്കുവാൻ ഈ തലമുറയിൽ അനേകരെ തീർന്നു വെള്ളത്ത് വലിച്ചെടുക്കുന്ന ഒരു ശക്തിയേറിയ അഭിഷേകത്തിന്റെ സൂക്ഷയ്ക്കായി കർത്തൃത്വത്തിന് പിന്നെ കർത്താവ് അധികാരപ്പെടുത്തുന്നതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്തൃവാദപ്പെടുന്ന കർത്താവിന്റെ ദാസന്മാർക്കായി വിചാരത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദൈവസല്ലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി.എം. കോശി അവർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ കെ.എം. ജോസ് ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ രാത്രി സമയത്തിനായി വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ, ഇന്ന് രാത്രിയിൽ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ സ്വർഗ്ഗമൊരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഇടപെട്ട എല്ലാ വചനങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് തടസ്സമായി അനവധി തടസ്സങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വരുമ്പോഴും എലീശയെ പോലെ വകവയ്ക്കാതെ ആത്മാവിൽ മുന്നേറുവാൻ പിന്നെയും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി കർത്താവേ ധൈര്യത്തോടെ ചുവട് വെച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ വരുന്ന ഏത് തടസ്സങ്ങളെയും കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരായി നിന്ന് ഹല്ലേലൂയ മുൻപോട്ട് പോയി പ്രാപിക്കേണ്ടത് പ്രാപിപ്പാൻ ദൈവം പിന്നെയും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ദാസനെ ഇന്ന് രാത്രിയിൽ കരങ്ങളെടുത്ത് അവിടുത്തെ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇത്രത്തോളം അവിടുത്തെ മക്കളെ എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ 19 രാത്രിയിലും ദൈവം ഞങ്ങളോട് എല്ലാ നിലകളിലും അവിടുത്തെ ആത്മാവിൻ്റെ സാന്നിധ്യം തന്ന് അങ്ങയുടെ ആരാധനയുടെ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ ഇറക്കി ആത്മശക്തിയുടെ ആഴങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കി ദൈവം തന്ന എല്ലാ വിടുതലുകളെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിരാതിൽ പകർന്ന എല്ലാ ആശ്വാസങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവ് ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. പിന്നെയും കടന്നു പോകുന്ന സ്ഥാനങ്ങളെല്ലാം ശക്തിയോടെ കരങ്ങൾ എടുക്കണം. ഉപവസിക്കുന്ന എല്ലാവരെയും ബലപ്പെടുത്തണം. തിരുക്കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും മറക്കണം. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കണം. തിരുക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മാനവും മഹത്വം കർത്താവിന് തരുന്നു. സകലതും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗ്ഗപിതാവേ. കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്തടച്ച എല്ലാ വിഷയങ്ങളോടും പുലോങ്ങിലെ വിശുദ്ധന്മാരോടും ഉപസിച്ചിരിക്കുന്ന ജനത്തോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ.